ഹെയർ കെയർ എങ്ങനെ ചെയ്യുന്നു എന്നതാണ് എനിക്കിന്ന് എൻ്റെ ഡോക്ടറിനോട് ചോദിക്കാനുള്ളത്. നമ്മളോടൊപ്പം ഉള്ള ഡോക്ടർ എന്ന് പറയുന്നത് കേരളാസ് ഫസ്റ്റ് യൂണിസെക്സ് ജെനറ്റൽ എസ്തെറ്റിക് ഡോക്ടർ അനുഗ്രയാണ്, കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടറിൻ്റെ ഹെയർ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്? എപ്പോഴും എല്ലാ പേർക്കും അറിയാം, നമ്മൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറയും. ഇപ്പോൾ ഡ്രൈ ഹെയർ ആണ്, അല്ലെങ്കിൽ ഓയിലി ഹെയർ ആണ്, ഇങ്ങനെയൊക്കെയുള്ളത് കോമൺ ആയിട്ടുള്ള ഹെയർ കെയർ രീതികൾ നമ്മളെപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ആസ് എ ഡോക്ടർ, ഒരു എസ്തെറ്റിക് ഡോക്ടർ എങ്ങനെയായിരിക്കും അവരുടെ ഹെയർ കെയർ ചെയ്യുന്നത്? ഡോക്ടറിന് അത്യാവശ്യം ഹെയർ ഒക്കെ ഉണ്ട്, അപ്പോൾ എങ്ങനെയാണ് ഈ ഹെയർ കെയർ ചെയ്യാറ്? ഓക്കെ, ഹെയർ കെയർ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഏത് ഏജിലും വറീഡ് ആയിട്ടുള്ള, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജെൻഡർ, ബി ഇറ്റ് മെയിൽ ഓർ ഫീമെയിൽ, ഹെയർ പോകുന്നു അല്ലെങ്കിൽ മുടി എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച എനിക്ക് 75 ഓൾഡ് ഒരു ലേഡി വന്നിട്ട് പറഞ്ഞത്, മക്കളെ എൻ്റെ മുടി നരയ്ക്കുന്നു, അതുപോലെ കുറച്ച് തിന്നിങ്ങും ഉണ്ട് ഈ രണ്ട് സൈഡും, എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരി പറയാം, മുടി പിന്നെ ഏത് ഏജിലും അങ്ങ് വളർന്നോളുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഹെയറിൻ്റെ ഇമ്പോർട്ടൻസ്. സോ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ ആൻഡ് ഏജ് എല്ലാവർക്കും വേണ്ടുന്ന ഒരേ ഒരു കാര്യം ഹെയർ ആണ്. അപ്പോൾ ഹെയർ കെയറിന് ഞാൻ ഇന്നൊരു 10 ടിപ്സ് പറഞ്ഞു തരട്ടെ. ആദ്യത്തേതെന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും എൻ്റെ സ്കാൽപ്പ് ഹെൽത്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജെൻറ്റൽ ഷാമ്പൂ ആയിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഒരു ബിൽഡപ്പ് അല്ലെങ്കിൽ ഡാൻഡ്രഫ്, ഒത്തിരി ഡേർട്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ സമ്മറല്ലേ, അങ്ങനെയാണെങ്കിൽ ഒക്കേഷണലി മാത്രം ഒരു ക്ലാരിഫയിങ് ഷാമ്പൂ യൂസ് ചെയ്യാറുണ്ട്. ആഫ്റ്റർ ഷാമ്പൂയിങ് കണ്ടീഷണർ എന്ന് പറയുന്നത് നോൺ നെഗോഷ്യബിൾ ആണ്. അതാണ് ബിഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മുടെ ഹെയർ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഹെയർ സ്ട്രാൻഡ്സിന് ആ കണ്ടീഷണർ വേണം. ആൻഡ് ഐ ഓൾവേസ് ഷാംപൂ ഇൻ ദ റൈറ്റ് വേ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന ഷാംപൂ കുറച്ച് ഡൈല്യൂട്ടഡ് ആയിട്ട് സ്കാൽപ്പിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. എല്ലാവരും സ്ട്രാൻഡ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതല്ല, സ്കാൽപ്പിൽ ഫോക്കസ് ചെയ്യുക. ആൻഡ് ബി വെരി ജെൻറ്റിൽ. എല്ലാവരും നെയിൽസ് കൊണ്ടിട്ടാണ് സ്കാൽപ്പ് സ്ക്രാച്ച് ചെയ്യുന്നത്. നോ, ഫിംഗർ ടിപ്സ് കൊണ്ടിട്ടാണ് നമ്മൾ സ്കാൽപ്പ് മസാജ് ചെയ്യേണ്ടത്. ചില ആൾക്കാർ ചോദിക്കും ഓയിലിംഗ് എങ്ങനെയെന്നുള്ളത്. സ്കാൽപ്പ് ബേസിക്കലി ഓയിൽ വേണ്ട, ആ ഒരു ഓയിലിംഗ് നമ്മൾ ചെയ്ത് കൊടുക്കണ്ട. ഓയിലിംഗ് ചെയ്യാം ഹെയർ സ്ട്രാൻഡ്സിൽ, അർഗൺ ഓയിൽ പോലെയുള്ള എന്തെങ്കിലും ഒരു ഷവറിന് 1 hour മുന്നേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിസ് കൺട്രോൾ ആവും. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നതെന്ന് പറയുന്നത്, ഈ ഹീറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിംഗ് ടെക്നിക്സ് വെരി ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യരുത്. ചില ആൾക്കാരുണ്ട് എല്ലായിടത്തുനിന്നും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറഞ്ഞ് എപ്പോഴും ഹെയർ സെറംസ് മേടിച്ച് സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് തന്നെ അറിയില്ല എന്താ സ്പ്രേ ചെയ്യുന്നതെന്നുള്ളത്. ചിലപ്പോൾ അത് റോസ്മേരി ആയിരിക്കും, കഫീൻ ആയിരിക്കും, മിനോക്സിലായിരിക്കും, ഇറ്റ് കുഡ് ബി എനിത്തിങ്. നോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബേസിക്കലി സ്കാൽപ്പിനൊരു നറിഷ്മെൻറ്റ് വേണം, അല്ല ഹെയർ ലോസ് കുറച്ച് കൂടുതലായിട്ടുള്ള സമയമാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു ഹെയർ ഗ്രോത്ത് സെറംസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് നിങ്ങളുടെ ഡോക്ടറിനെ കണ്ട് ഒരു ഇവാലുവേഷന് ശേഷം മാത്രം ചെയ്യുന്നത് എപ്പോഴും നല്ലത്. പിന്നെ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ്, ഇപ്പോൾ ബയോട്ടിൻ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഡ്രഗായിട്ടും അതല്ല ന്യൂട്രാസ്യൂട്ടിക്കലായിട്ടും അവൈലബിൾ ആണ്. എല്ലാ ആൾക്കാരും 1-2 മുടി ഒഴിയുമ്പോൾ തന്നെ അത് വാങ്ങി കഴിക്കും. ഞാൻ പറയുന്നത് ഫോക്കസ് ഓൺ യുവർ സ്ലീപ്പ് ആൻഡ് ന്യൂട്രീഷൻ. അൺനെസസറി ആയിട്ട് മൾട്ടിവൈറ്റമിൻ്റെ ഒന്നും ആവശ്യം ബേസിക്കലി വരണില്ല. അതെ. പിന്നെ പില്ലോ കേസ് എന്ന് പറയുന്നത് സാറ്റൻ സ്മൂത്ത് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ അല്ലാതെ സപ്ലിമെൻറ്റ്സ് ഒന്നും എടുക്കാതെ ഫുഡിൽ എന്തൊക്കെയാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ? ഫുഡിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്? നമ്മൾ മലയാളികളല്ലേ, നമുക്ക് എന്താ ഇല്ലാത്തത്? തൈരുണ്ട്, അവിയലുണ്ട്, തോരനുണ്ട്, കിച്ചടിയുണ്ട്, മീനുണ്ട്, മീറ്റുണ്ട്, സീ ഫുഡുണ്ട്, എല്ലാം ഉണ്ട്. സോ മലയാളിക്ക് ഇനി പുറത്തുനിന്ന് എന്തിനാ സപ്ലിമെൻറ്റ്? ഓക്കെ, അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ തന്നെ അല്ലേ നമ്മുടെ ഹെയർ ഗ്രോത്ത്, ഈ മുടി പൊഴിഞ്ഞു പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു ഷാമ്പൂവിൻ്റെയും ഈ ഒരു കണ്ടീഷണർ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും, അതോ വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്തെങ്കിലും കൊണ്ടായിരിക്കും? എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? ബേസിക്കലി മുടി കൊഴിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞ് വരുന്ന മജോറിറ്റി ആൾക്കാരും ഒരു ക്രാഷ് ഡയറ്റോ സ്ട്രെസ്സോ സ്ലീപ്പ് ഡിപ്രിവേഷനോ ആയിരിക്കും അവരുടെ ബേസിക് റീസൺ. ആദ്യം ഐഡൻറ്റിഫൈ ദ കോസ്. അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആളിനെ ഇവാലുവേറ്റ് ചെയ്യാതെ ഒരു മെഡിസിൻ കൊടുക്കുന്നതിനോട് അല്ലെങ്കിൽ ഒരു പുറമേ തേക്കുന്ന ഒരു സെറം കൊടുക്കുന്നതിനോട് പോലും എനിക്ക് താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. സോ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. ബിക്കോസ് ഈ ക്രാഷ് ഡയറ്റ്, പെട്ടെന്ന് വെയിറ്റ് ലൂസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം, അതുപോലെ വെയിറ്റ് ലോസ് ഡ്രഗ്സ്, അതൊക്കെ എടുത്തു കഴിയുമ്പം
ഒത്തിരി മുടി അങ്ങ് ഷെഡ് ഓഫ് ആവും. കാര്യം ബോഡി വന്നിട്ട് പെട്ടെന്ന് ഈ ബോഡി വെയ്റ്റ് ഷെഡ് ഓഫ് ആകുമ്പോൾ അത് എങ്ങനെ റിപ്പയർ ആകണം എന്നുള്ള ടെൻഡൻസിയിലായിരിക്കുന്നത്. അപ്പോൾ ബോഡി നോക്കുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടിരിക്കുന്ന എന്തോ ഈ ഹെയർ ആണ്. അപ്പോൾ അതിനെ അങ്ങ് പൊഴിച്ചു കളയും. അത് ബോഡിയുടെ ആ ഒരു ബാലൻസിങ് മെക്കാനിസം ആണത്. ഈ ഡോക്ടറിന്റെ ഹെയർ എന്ന് പറയുന്നത് ഓയിൽ ഇതുവരെയ്ക്കും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഓയിൽ മസാജ് കൊടുക്കുന്നത് നല്ലതാണെന്ന് പലപ്പോഴും പറയും. നമ്മൾ ആയുർവേദത്തിലായിരുന്നാലും പോയിട്ട് ബോഡി മസാജ് അല്ലെങ്കിൽ ഒരു ഹെയർ മസാജ് നമുക്ക് തലയ്ക്ക് നല്ലതാണ്, നല്ലൊരു തണുപ്പ് കിട്ടും, ഒരു ഉന്മേഷം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹെയറിൽ അല്ലെങ്കിൽ ഈ തലയിൽ ഒരു ഓയിലും അപ്ലൈ ചെയ്തിട്ടില്ല. എൻ്റെ തലയിൽ ഞാൻ എണ്ണ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു 15 ഇയേഴ്സോളം ആവുന്നുണ്ട്. ബിക്കോസ് സ്കാൽപ്പിന് ഓയിലിൻ്റെ ആവശ്യമില്ല, ഫസ്റ്റ് തിങ്. സെക്കൻഡ്ലി എൻ്റെ അത്യാവശ്യം ഓയിലി സ്കാൽപ്പാണ് ആൻഡ് ഹെയർ ഈസ് ഓൾസോ എ ബിറ്റ് ഫ്രിസി. സോ ഞാൻ ആ ഹെയർ ഫ്രിസിനെസ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കണ്ടീഷണറും അതുപോലെ ഈ അർഗൺ ഓയിൽ പോലെയുള്ള സെറംസ് ഹെയർ ഷാഫ്റ്റിലുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് സ്കാൽപ്പിൽ മുടി വളർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് അതിൻ്റെ ആവശ്യം ബേസിക്കലി വരണില്ല. അങ്ങനെ ഒരു ഓയിൽ കൊണ്ടിട്ട് മുടി വളരുമോ എന്നുള്ളത് എനിക്കറിയില്ല. ബിക്കോസ് അത് അലോപ്പതിയിൽ എന്തായാലും അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഇല്ല. അതുകൊണ്ട് ആയുർവേദത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആളുമല്ല. അതുകൊണ്ട് പിന്നെ ഒരു സ്പാ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഒരു സ്ട്രെസ് റിലീഫ്. സ്പാ എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ പാമ്പറിങ് സെഷൻ. ഒരു സ്പാ കൊണ്ട് മുടി വളരുക എന്ന് പറഞ്ഞത് തെറ്റാണ്. സ്പാ കൊണ്ട് ഡാൻഡ്രഫ് പോവുക ശുദ്ധ മണ്ടത്തരമാണത്. നോ, അതൊന്നും ഒരിക്കലും നടക്കില്ല. അതൊക്കെ ചിലപ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് പലരും യൂസ് ചെയ്യാം. അത് അത്ര ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ നമ്മുടെ ആ ഒരു സ്ട്രെസ് റിലീഫിങ് അങ്ങനെ ആ ഒരു ഇതായിട്ട് സ്പായൊക്കെ നല്ലതാണ്. ഈ ഓയിൽ മസാജും ഒക്കെ ചിലപ്പോൾ ആ കാറ്റഗറിയിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അലോപ്പതിയിലില്ല. ഡോക്ടറിന്റെ ഹെയർ കെയറിനെ കുറിച്ചും ഡോക്ടർ ഹെയർ കെയർ ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു ഇന്ന് നമ്മൾ സംസാരിച്ചത്. മറ്റൊരു കോണ്ടന്റുമായിട്ട് വീണ്ടും എത്തല്ലേ ഡോക്ടർ? ഓക്കെ, താങ്ക് യു.